ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഗീ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഉരുക്കിയെടുത്ത നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി. നെയ്യ് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത നെയ്യുടെ അളവ് 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ പരത്തി കൊടുക്കരുത്. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ അലുമിനിയത്തിൻ്റെ അടികട്ടിയുള്ള ഒരു പാത്രം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കും. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇപ്പം 15 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അങ്ങനെ ഇപ്പോൾ ബിസ്ക്കറ്റ് മൊത്തം നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.